ഇന്നാണ് എൻ്റെ ഡേ 1 ഞാൻ എനിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. സ്ട്രെസ്, മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി, പാനിക് അറ്റാക്സ് ഇതൊക്കെ കുറേ നാളെ എൻ്റെ ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്തു. ബട്ട് ഫ്രം ടുഡേ ഐ എം ചൂസിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് സെൽഫ് ലവ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ജേർണി ടുഗദർ. ഹലോ, വെൽക്കം ബാക്ക്. ഇവിടെ 5 o'clock ആയി. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ആൻഡ് ഐ എം എക്സൈറ്റഡ്. ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് കുറച്ച് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും കുക്ക് ചെയ്തിട്ടില്ല. ഇന്നത്തെ ഫുഡും എനിക്ക് കുക്ക് ചെയ്യാൻ പോണേന്. അപ്പോൾ വാ, നിങ്ങൾ എൻ്റെ ഒരു ദിവസം കണ്ടോളൂ കേട്ടോ. The first thing I'm doing today, drinking a glass of water. Small habit but a big step. ഇന്ന് ഹെൽത്തി ചോയ്സസ് ആണ് പ്രയോറിറ്റി. അതുകൊണ്ട് ഇന്നത്തെ മീൽ എല്ലാം ഇപ്പോൾ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ മോർണിംഗ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ വീട്ടിലുള്ള സാക്കിനും ബാലുവിനും എല്ലാം സെപ്പറേറ്റ് ഫുഡൊക്കെയാണ് പ്രിപ്പയർ ചെയ്യണത്. പിന്നെ എൻ്റെ ഫുഡ് ബാലുവിനും കഴിക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ല. പിന്നെ സാക്കിന് സെപ്പറേറ്റ് ആണ്. സാക്ക് ചിലതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ഫുഡൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പയ്യെ അവനെയും കൊടുത്ത് തുടങ്ങണം. ഞാൻ ബാലുവിൽ നിന്ന് കണ്ടത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. വെയിറ്റ് ലോസ് ജേർണിയാണ് ബാലു ചെയ്തത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഹെൽത്തി ചോയ്സസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ അൺഹെൽത്തി ചോയ്സസ് ഓട്ടോമാറ്റിക്കലി കുറയണ പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അത്ര പെർഫെക്റ്റ്, ഇപ്പോൾ ഡേ 1 അത്ര പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് ഷോയിങ് അപ്പ് ഫോർ മൈസെൽഫ്. അതേപോലെ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ലൂസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും സെൽഫ് ലവ് ആണെങ്കിലും അല്ലെങ്കിൽ ബെറ്റർ റൊട്ടീൻ ബിൽഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ജേർണി ഒരുമിച്ച് തുടങ്ങിയാലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെപ്പോഴും എൻ്റെ ഒപ്പം നിൽക്കുക. നിങ്ങളും അതേപോലെ ആവുക. അതാണ് എൻ്റെയും ആഗ്രഹം. ഒരു ദിവസം ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബെറ്റർ വേർഷനിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇതേ കീൻവ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കീൻവ ബോയിൽ ചെയ്യണേന്. അതേപോലെ റൈസ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി. പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ, അതൊക്കെ എനിക്ക് ഇതുണ്ട്, റെസിപ്പി ഉണ്ട്. അതേപോലെയാണ് ഞാൻ ചെയ്യണത്. പയ്യെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി എനിക്ക് ചിക്കൻ കട്ട് ചെയ്ത് ചിക്കൻ ഇതൊക്കെ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ചിക്കൻ കറി പോലെ. ചിക്കൻ കറി എന്ന് വെച്ച് ഞാൻ മസാല ഒന്നും ഇടില്ല കേട്ടോ. ഇതെൻ്റെ മോർണിംഗ് ഡ്രിങ്കാണ്. ബ്ലൂബെറി സ്മൂത്തി ആട്ടോ. ഇതിൽ എന്തൊക്കെ ഇടണേ എന്നൊക്കെ പയ്യെ ഞാൻ കാണിക്കാം. അപ്പം പിന്നെ ഞാൻ പ്രൊഫഷണലി ഡയറ്റീഷ്യനും മറിച്ചതൊന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫ് നിങ്ങളെ കാണിക്കണമെന്നുള്ള. പിന്നെ ഞാൻ ഇതേപോലെ പ്രൊഫഷണലായിട്ടുള്ളവരായിട്ട് സംസാരിച്ചിട്ടാണ് അത് ചെയ്യണത്. എനിക്ക് പയ്യെ ഞാൻ അവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട്. ഇത് നിങ്ങളും എൻ്റെ ഒപ്പം ഒരു എന്താ പറയുക ഹെൽത്തി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കാണിക്കുന്നത്. അല്ലാതെ പ്രൊഫഷണലി ഇതേപോലെ ഫുഡിൻ്റെ ഇതിൻ്റെ ഒന്നും പഠിച്ചതല്ല ഞാൻ. നമുക്ക് ഒരുമിച്ച് എൻ്റെ ലൈഫാണ് നിങ്ങൾ കാണിക്കുന്നത്. എൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഇൻസ്പയർ ആയാൽ അത് ചെയ്യുക. സോ ഇവിടെ ഇപ്പോൾ 7:20 ആയി. അപ്പം സാക്കിനെ ഇപ്പോൾ വിളിക്കണം. 7:30 സാക്കിനെ വിളിക്കണം. അപ്പോൾ സാക്കിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കണം. ആൻഡ് ഞാനിപ്പം നിങ്ങളെ വീഡിയോസ് കണ്ടിന്യൂസ് കാണിക്കാഞ്ഞത്. ഞാൻ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കാണിക്കാഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്ലീൻ ചെയ്യാതെ നമ്മൾ കിടക്കാറില്ല. പക്ഷേ അത്ര അടുക്കള അത് കുറച്ച് മെസ്സായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ മെസ്സായിട്ടുള്ളത് നിങ്ങൾ കാണണ്ടല്ലോ എന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി എന്ന് വെച്ചാൽ ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞു. സാലഡ് ഉണ്ടാക്കി. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് അവകാഡോ അത് ശരിയാക്കണം. പിന്നെ ഫ്രൈഡ് റൈസ്, പ്രോപ്പർ ഫ്രൈഡ് റൈസ് അല്ല, ജസ്റ്റ് ഒരു രീതിയിൽ ഫ്രൈഡ് റൈസ് പോലെ ചെയ്തിട്ട് അതും ചിക്കൻ കറിയും കൂടി കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത്. ബാക്കിയുള്ളത് നിങ്ങളെ കാണിക്കാം. ഞാൻ സാക്കിനെ റെഡിയാക്കണം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കില്ല. അവനെ സ്കൂളിൽ വിടാനുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അവനൊന്ന് വിളിച്ചോട്ടേട്ടാ വേഗം. എന്തൊക്കെ ചെയ്യണമല്ലേ സാക്കിനെ കാണിക്കാൻ വേണ്ടി. ഇത് ബാലുവിനാണ് വെക്കുന്നത്. പക്ഷെ സാക്കിനെ കാണിക്കാൻ വേണ്ടി പെപ്പ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടി. അതായത് ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് അവകാഡോ സ്മൂത്തിയാണ്. എല്ലാ റെസിപ്പിയും ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ നിങ്ങളെ. പിന്നെ ഇത് എൻ്റെ മിഡ് സ്നാക്കായിട്ടാണ് ഞാൻ സാലഡ് ഉണ്ടാക്കിയത്. അത് ബാലുവിനും ഉണ്ടാക്കി ഞാൻ. അപ്പോൾ ഇത് കീൻവ സാലഡാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത ഞാൻ ഇതൊക്കെ കഴിക്കുന്ന എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. സോ 9 o'clock ആയി. എനിക്ക് സമയമില്ല. അപ്പം ഞാൻ വേഗം ഒരു തട്ടിക്കുട്ട് ഫ്രൈഡ് റൈസ് എന്ന് പറയാം. ജസ്റ്റ് ചിക്കനും ഓണിയൻസും എഗ്ഗും എല്ലാം കൂടി ഇട്ടിട്ട് അതുണ്ടാക്കി. പിന്നെ റൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേന്. എന്നിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ട് എനിക്ക് വേഗം പോകണം.
സോ നമുക്കിനി ലഞ്ച് ബ്രേക്കിന് കാണാം. പിന്നെ ഞാൻ പോണ വഴി സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ അമ്മേനെ വിളിക്കണമായിരിക്കും, പിന്നെ പ്രാർത്ഥിക്കണമായിരിക്കും. ഞാൻ ഡെയിലി ബ്ലെസ്സിങ് എപ്പോഴും ബസ്സിലിരിക്കുമ്പോഴാണ് കേൾക്കണം. നിങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ബസ്സിലിരിക്കണം. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്കിന് ഇനി കാണാം കേട്ടോ. ഞാൻ ഇത് കാണിച്ചത് തട്ടിക്കൂട്ടും ഫ്രൈഡ് റൈസ്. ചാക്കിന് പ്ലെയിൻ റൈസ് അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ റൈറ്റയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. സോ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ മിഡ് സ്നാക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പയ്യെ പയ്യെ എൻ്റെ ഓരോ വ്ളോഗിലും ഞാൻ കാണിക്കാം. ഇതിപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല വെയിലും നല്ല ടയേർഡുമാണ് ഞാൻ. പിന്നെ ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പുറത്തിറങ്ങാറ്. അത് നിങ്ങൾക്ക് ഓരോ വ്ളോഗിലും എൻ്റെ കണ്ടേക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമല്ലേ. അപ്പം അടുത്ത ഞാൻ പ്രീ വർക്കൗട്ട് മീൽ എടുക്കണേണ്. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോണേണ്. ഞാൻ വർക്കൗട്ട് ഒന്നും എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല, അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാൻ പോണേണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനൊരു സ്വീറ്റ് പൊട്ടറ്റോ ആയതുകൊണ്ട് സന്തോഷത്തോടെയാണ് കഴിക്കണേ. സോ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോണേണ്. പ്രീ വർക്കൗട്ടായിട്ടാണ് കേട്ടോ ഞാൻ ആ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചത്. പ്രീ വർക്കൗട്ട് മീലായിട്ട്. ഇനി നമുക്കും ഞാൻ വർക്കൗട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ. എൻ്റെ ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണത്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പയ്യെ ചെയ്യാം. നിങ്ങളും കാണുമല്ല. ഇപ്പം ഞാൻ തുടക്കമായതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ ചെയ്യട്ടെ. സോ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഡേ 1 ചലഞ്ച്. ഐ എം സോ ഹാപ്പി. അപ്പം ഇന്ന് ഞാൻ വീഡിയോസ് പെർഫെക്റ്റായിട്ടല്ല എടുത്തേക്കുന്നത്. എനിക്ക് പറ്റണ രീതിയിൽ ജസ്റ്റ് എടുത്തുള്ള. എനിക്ക് പറ്റണ രീതിയിൽ വെച്ചാൽ എനിക്ക് എന്തായാലും പറ്റും. കാര്യം ഞാൻ ഇന്ന് ജസ്റ്റ് നമ്മൾ തുടക്കമില്ല, അപ്പം നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് പെർഫെക്റ്റായിട്ട് എടുക്കാതെ. ഇനി തൊട്ട് നിങ്ങളെൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും. ഇന്നിപ്പോൾ സ്കിൻ കെയർ ഇല്ല, ജസ്റ്റ് ആ ടോണർ ഇട്ടിട്ട് കിടക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ സ്കിൻ കെയർ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ചെയ്യുന്നത്. പിന്നെ പ്രെയർ ഉണ്ട്. ഞാനിപ്പോൾ പ്രേ ചെയ്തിട്ടായിരിക്കും കിടക്കാൻ പോണത്. അതൊക്കെ നമുക്ക് ഇനി വന്ന വീഡിയോസിലൊക്കെ കാണാം കേട്ടോ. ഡെയിലി ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം ഞാൻ വെക്കാറുണ്ട്. അത് രാവിലെയും വെക്കാറുണ്ട്, നൈറ്റും വെക്കാറുണ്ട്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള വ്ളോഗ് ഞാൻ എത്രത്തോളം എൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമോ അത് ഫുള്ള് കാണിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് എൻ്റെ തുടക്കത്തുള്ള ഒരു ദിവസം ഇടുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടണം, എങ്ങനെയൊക്കെയാണെന്ന് ഇത്. പിന്നെ വർക്കൗട്ട് ചെയ്തു. പിന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പയ്യെയുള്ള വ്ളോഗിൽ പറയും. യെസ്, ദാറ്റ്സ് ഇറ്റ്. ബൈ. നാളെ കാണട്ടെ നമുക്ക്.